ചില പിള്ളേര് വൈകിയേ നടക്കൂന്ന എവക്കട അമ്മ പറയണത്. അത് കൊള്ളാം. മോരുനാരായണി എന്നാ ഡാക്ടർ ആയത്? കൊച്ചിനെ വല്ല വൈദ്യം കാണിക്ക്. രക്തോട്ടം കുറഞ്ഞോണ്ടിരിക്കുന്ന തോന്നുന്നേ. ഇത് ഒരുതരം വാദമാണ് ചാമി. നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. ഞാനൊരു കുഴമ്പ് തരാം, അതൊന്ന് തേച്ചു നോക്ക്. വേണം കാലി വേണം. കാലികൾ കൊടുത്താലോ കാശ് തരാൻ ചെട്ടിയാർക്ക് ഒരു മടി. മുതലാളി തന്നെ നേരിട്ട് ചെന്നോണ്ടാ കാശ് മുഴുവൻ കിട്ടിയത്. അവറാച്ചാ 10-30 തൊഴുത്തിലുണ്ടല്ലോ, കുറെ എണ്ണം കൂടി എവിടെന്നെങ്കിലും സംഘടിപ്പിച്ച് അടുത്ത ചന്തയ്ക്ക് മുമ്പ് തന്നെ ചെട്ടിയാർക്ക് കൊടുക്കാൻ നോക്ക്. ശരി മുതലാളി. ചാമിയല്ലേ അത്? ചാമി, നിന്നെ കണ്ട നന്നായി. നാളെ കാലത്ത് തന്നെ പോര്. കുറെ എണ്ണത്തിന് തൊഴുത്ത് കെട്ടിയിട്ടുണ്ട്. വരാതെ. നിന്റെ മോന്റെ അസുഖത്തിന് വല്ല കുറവുണ്ടോ? ഇല്ലായേ. കേശവൻ വൈദ്യരെയും ചാത്തുണ്ണി വൈദ്യരെയും ഒക്കെ കാണിച്ചു. കഴിഞ്ഞ ആഴ്ച വെള്ളപ്പൊടി മരുന്നുകാരനെയും കാണിച്ചു. എന്റെ ശരവണം നടക്കത്തില്ല മുതലാളി. ഇനി ഇപ്പൊ ആരെയാ കാണിക്കണ്ടേ? മരുന്ന് കൊടുത്തിട്ട് മാറാത്ത രോഗങ്ങൾ മന്ത്രം കൊണ്ടും പൂജ കൊണ്ടും മാറിയിട്ടുണ്ട് യാമി. നിനക്ക് ഓർമ്മയുണ്ടാവോ ആവോ, നീ ഇപ്പൊ താമസിക്കുന്ന സ്ഥലം പണ്ടൊരു സർപ്പക്കാവായിരുന്നു. വിളക്കും വെളിച്ചമില്ല, മുടിഞ്ഞ അവിടെ കിടന്നിരുന്നത്. സർപ്പദോഷം കൊണ്ട് ചിലപ്പോ ഇങ്ങനെയൊക്കെ വരാലോ. നീ ഒരു കാര്യം ചെയ്യ്, നാളെ രാവിലെ തന്നെ രാഘവ കണിയാരെ കണ്ട് ഒന്ന് കവടി ഇറക്കി നോക്ക്. പ്രതാപരാജുഷം കുഴപ്പം പിടിച്ച സംഗതിയാ പ്രശ്നത്തിൽ കാണുന്നത്. പേരെന്താ പറഞ്ഞത്? ചാമി, പൊന്നച്ചാമി. തൊഴിലോ? കാലിപ്പണിയാ. കാളക്കച്ചവടമായിരിക്കും. അല്ല, കാളയ്ക്ക് ലാടനടിക്കുകയും വരിയുടയ്ക്കുകയും മൂക്കേറിടുകയൊക്കെ ചെയ്യും. പിന്നെ ചാണകപ്പണിക്കും പോവും. ചാണകപ്പണിയും വരിയുടയ്ക്കലും മൂക്കേടലും ആദ്യം. ചാണകം ശുദ്ധി വരുത്തുന്നതാണെങ്കിലും രണ്ടാമതല്ലേ. പ്രശ്നത്തിൽ എങ്ങനെയാ ഇത്രയും രൂക്ഷമായി കാണാതിരിക്കുന്നത്? ദ്രോഹപ്രവൃത്തിയല്ലേ തൊഴിലേ? കാലികളുടെ ശാപമാ, കൊടും ശാപം. ഇനി പെറ്റു കൂട്ടണ്ട. പെറ്റു വീഴുന്നതെല്ലാം ഇതുപോലെ തന്നെ ആയിരിക്കും. വല്ല പൂജയോ ജപമോ ഒക്കെ നടത്തി നോക്ക്. രക്ഷപ്പെട്ടാൽ ഭാഗ്യം. പ്രശ്നത്തിൽ എങ്ങനെയാ ഇത്രയും രൂക്ഷമായി കാണാതിരിക്കുന്നത്? ദ്രോഹപ്രവൃത്തിയല്ലേ തൊഴിലേ? കാലികളുടെ ശാപമാ, കൊടും ശാപം.
ശാപം കുലയ്ക്കുന്നു പിന്നിൽ പാപബോധം മൃഗയാവിലോലം പാദം നിലത്ത് തൊടാതെ നീയും പായുന്നു മാനിനെ പോലെ നിന്നെ രക്ഷിക്കുവാനേതു ദേവാലയം നിന്നെ ലാളിക്കുവാനേതു കണ്വാശ്രമം പുണ്യപാപങ്ങളാടും നിഴൽ കൂത്ത് നീളുന്നുവോ ശാപം കുലയ്ക്കുന്നു പിന്നിൽ പാപബോധം മൃഗയാവിലോലം പാദം നിലത്ത് തൊടാതെ നീയും പായുന്നു മാനിനെ പോലെ ദേവപദ സന്നിധിയിൽ ഈ ആത്മതാപം നേദിച്ചു കൈകൂപ്പി നിന്നു ജ്യോതിർമയ ക്ഷേത്ര സോപാന ഭൂവിൽ നീതർപ്പണം ചെയ്വതെന്തേ ദേവപദ സന്നിധിയിൽ ഈ ആത്മതാപം നേദിച്ചു കൈകൂപ്പി നിന്നു ജ്യോതിർമയ ക്ഷേത്ര സോപാന ഭൂവിൽ നീതർപ്പണം ചെയ്വതെന്തേ പെയ്യാത്ത മേഘങ്ങളെ ഈ മേഘരാഗം പാടുന്നതാരോ മണ്ണിന്റെ നെഞ്ചും കുളിർക്കേ ദേവപദ സന്നിധിയിൽ ഈ ആത്മതാപം നേദിച്ചു കൈകൂപ്പി നിന്നു ജ്യോതിർമയ ക്ഷേത്ര സോപാന ഭൂമി നീതർപ്പണം ചെയ്വതെന്തേ ശാപം കുലയ്ക്കുന്നു പിന്നിൽ പാപബോധം മൃഗയാവിലോലം പാദം നിലത്ത് തൊടാതെ നീയും പായുന്നു മാനിനെ പോലെ അമ്മയുടെ പാദങ്ങളാടി പൂജാമണികൾ കിലുങ്ങി ഉണ്ണിക്ക് നാവോറ് പാടുന്ന നേരം കണ്ണീർ കുടങ്ങൾ ചരിഞ്ഞു പൂവുകളിൽ അമ്മയുടെ പാദങ്ങളാടി പൂജാമണികൾ കിലുങ്ങി ഉണ്ണിക്ക് നാവോറ് പാടുന്ന നേരം കണ്ണീർ കുടങ്ങൾ ചരിഞ്ഞു തീർത്ഥാടന പക്ഷി നീ കല്ലും കണ്ട ദൈവം കൈകൂപ്പി കൈവന്നു ശാന്തി പൂവുകളിൽ അമ്മയുടെ പാദങ്ങളാടി പൂജാമണികൾ കിലുങ്ങി ഉണ്ണിക്ക് നാവോറ് പാടുന്ന നേരം കണ്ണീർ കുടങ്ങൾ ചരിഞ്ഞു താപം കുലയ്ക്കുന്നു പിന്നിൽ പാപബോധം മൃഗയാവിലോലം പാദം നിലത്ത് തൊടാതെ നീയും പായുന്നു മാനിനെ പോലെ നിക്കുമോനെ നിക്കടാ നിക്ക് എന്റെ പൊന്നു മോനെ നിന്റെ അപ്പൻ ചെയ്ത പാവത്തിന് നിന്നെയാണല്ലോടാ ദൈവം